പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ പൊതുവെ ശത്രുരാജ്യത്തിന്റെ പ്രധാന മേഖലകളാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിലും ഈ പതിവ് തെറ്റിച്ചുകൊണ്ട് ചില പോരാളികൾ വനത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള സന്യാസികളെയും യോഗികളെയും വധിക്കാൻ ആരംഭിച്ചു. ഇത്രയും നടന്നിട്ടും അവിടെ മരത്തിന് താഴെ ധ്യാനിക്കുന്ന ഒരു യോഗി മാത്രം കണ്ണു തുറക്കാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചില്ല. ഇത് മതിയായിരുന്നു അവിടെയുള്ള പോരാളികളുടെ ദേഷ്യം വർദ്ധിപ്പിക്കാൻ. അവരൊരു വാളെടുത്ത് ആ യോഗിയുടെ തല അറുത്തു മാറ്റാൻ വേണ്ടി മുന്നോട്ട് ഗമിച്ചു. അപ്പോഴാണ് ആ യോഗി പതിയെ കണ്ണു തുറക്കുകയും ശേഷം കണ്ണടച്ച ഉടനെ അദ്ദേഹത്തിന് ചുറ്റും ഒരു അഗ്നിവലയം സ്ഥാപിക്കപ്പെടുകയും ആ അഗ്നിയുടെ ഉഷ്ണത്തിൽ ആ സകല പോരാളികളും ചത്ത് ഒടുങ്ങുകയും ചെയ്തത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾക്കിത് പണ്ടത്തെ കാലത്ത് ഒരു സൂപ്പർസ്റ്റിഷൻ ആയിട്ട് തോന്നാം. പക്ഷെ ഇതിലും ഒരു യോഗവിദ്യ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ശാംഭവി മുദ്ര. നമ്മൾ ദൈവമെന്ന് വിളിക്കുന്ന ശക്തി പ്രപഞ്ചത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻസിൽ ഏറ്റവും ശക്തിയേറിയ മാനിഫെസ്റ്റേഷനായി യോഗ കണക്കാക്കുന്നത് പ്രാണിക് എനർജി ആയിട്ടാണ്. ഇതെല്ലാ മനുഷ്യരിലും, അതായത് എല്ലാ ജീവജന്തുക്കളിലും ജീവനില്ലാത്ത വസ്തുക്കളിലും ഈ പ്രാണിക് എനർജി ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ജന്തുക്കൾക്ക് മാത്രമേ ഈ പ്രാണിക് എനർജിയെ പല രൂപത്തിൽ ഉപയോഗിക്കാനും കൺവേർട്ട് ചെയ്യാനും സാധിക്കുള്ളൂ, എസ്പെഷ്യലി മനുഷ്യന്. മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണിക് എനർജി രണ്ട് രീതിയിലാണ് മനുഷ്യരിൽ വർക്കാവുന്നത്: സസ്റ്റൈനിങ് ആയിട്ടും ത്രൈവിങ് ആയിട്ടും. സസ്റ്റൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യന്മാർ ജനിക്കുന്നു, മരിക്കുന്നു, എന്തൊക്കെയോ ഭക്ഷണം കഴിക്കുന്നു, എങ്ങനെയോ ജീവിക്കുന്നു, മരിക്കുന്നു. ഇതാണ് സസ്റ്റൈനിങ് പ്രാണിക് എനർജി. അവരെ നിലനിർത്താൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രാണിക് ഫോഴ്സ് ഈശ്വര തത്വമാണ്. പക്ഷെ അവരെ നിലനിർത്താൻ മാത്രമേ വർക്കാവുന്നുള്ളൂ. ഇനി ഇതേ പ്രാണിക് എനർജിയെ നിങ്ങൾക്ക് തീവ്രമാക്കാൻ സാധിക്കുമെങ്കിൽ, അതിൻ്റെ ഉഷ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, അതിൻ്റെ അളവ് ക്രമാതീതമായി ഉയർത്താൻ സാധിക്കുമെങ്കിൽ, നോർമലായിട്ട് നിങ്ങളെ സസ്റ്റൈൻ ചെയ്യുന്ന പ്രാണിക് എനർജി ഈശ്വരന് തുല്യമായ ഊർജമായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് വെറുതെ മൈൻഡ് കൊണ്ട് ചിന്തിച്ചുണ്ടാക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് അവിടെ ഒരു മെത്തേഡ് ആവശ്യമാണ്. ആ മെത്തേഡിൻ്റെ പേരാണ് ശാംഭവി മുദ്ര. ശാംഭവി മുദ്രയെ മാസ്റ്റർ ചെയ്ത ഏതൊരു യോഗിക്കും ലഭിക്കുന്ന 3 സിദ്ധികളെക്കുറിച്ച് യോഗശാസ്ത്രം പറയുന്നുണ്ട്. ഒന്നാമത്തേതാണ് എലമെന്റൽ മാസ്റ്ററി, മൂന്നാമത്തെ ഹയസ്റ്റ് നോയിങ്, ആൻഡ് തേർഡ് വൺ പവർ ഓഫ് കമാൻഡ്. എന്താണ് ഈ 3 സംഭവങ്ങൾ? ഓരോന്നായി നോക്കാം. എലമെന്റൽ മാസ്റ്ററി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് 5 എലമെന്റ്സിനെയാണ്, പഞ്ചഭൂതങ്ങളെയാണ്. എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്? നമ്മൾ ഈ കാണുന്ന സൃഷ്ടി, സകലമാന ക്രിയേഷനും കൺട്രോൾ ചെയ്യുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്, ഈ സൃഷ്ടി വന്നതും ഇതിനെ ആൽക്കമൈസ് ചെയ്യുന്നതും തിരിച്ചു വലിക്കുന്നതെല്ലാം പഞ്ചഭൂതങ്ങളുടെ വികൃതിയാണെന്നാണ് പറയാം. പഞ്ചഭൂതങ്ങൾ ഒരു ഗെയിമാണ്, അതിൻ്റെ പലതരത്തിലുള്ള കോൺഫിഗറേഷനാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയിലെ സകലതിനെയും നിയന്ത്രിക്കാനുള്ള ശക്തി നേടുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ചില കഥകൾ കേട്ടിട്ടുണ്ടാവും. ചില യോഗികൾ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യും. അവരുടെ ഇച്ഛ കൊണ്ട് മഴ പെയ്യിക്കും, ചിലപ്പോൾ സൂര്യൻ്റെ താപം വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഈ താപം അവർക്ക് ഏൽക്കില്ല, പെട്ടെന്ന് ചൂട് കൊള്ളില്ല, തണുപ്പ് കൊള്ളില്ല. മഞ്ഞത്തൊക്കെ, ഹിമാലയത്തൊക്കെ ഒരു വസ്ത്രവും അണിയാതെ അവർ ഒറ്റയ്ക്ക് നടക്കാറുണ്ട്. പക്ഷെ അവർക്ക് തണുക്കില്ല, ചൂടെടുക്കില്ല, ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? പഞ്ചഭൂതങ്ങൾ, അവരുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ അവർ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എലമെന്റൽ മാസ്റ്ററി. ഇതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയ സ്റ്റേജാണ് ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെ, 5 എലമെന്റ്സിനെ പല രീതിയിൽ കോൺഫിഗർ ചെയ്തുകൊണ്ട് സിദ്ധികളെ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ ഒരു സ്ഥലത്തിരുന്ന് 1000 വർഷങ്ങൾ തപസ് ചെയ്യണമെങ്കിൽ ഭൂമി തത്വത്തെ ഒന്ന് കോൺഫിഗർ ചെയ്താൽ മതി, പോസിബിൾ ആണ്. ഇനി അവരുടെ ബ്രീത്തിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വായു തത്വം. ഇനി അവർക്ക് ഭക്ഷണമില്ലാതെ വിശപ്പില്ലാതെ ജീവിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ തത്വം. ഇങ്ങനെ പല രീതിയിൽ എത്ര വേണമെങ്കിലും കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ഈ എലമെന്റൽ മാസ്റ്ററി, ഈ ഒരു സിദ്ധി പകർന്നു തരുന്ന എബിലിറ്റി ശാംഭവി മുദ്രയ്ക്ക് ഉണ്ട്. രണ്ടാമത്തേതാണ് ഹയസ്റ്റ് നോയിങ്. അതായത് ശാംഭവി മുദ്രയിൽ ആദ്യം ആക്ടിവേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 3ാമത്തെ കണ്ണിലേക്കാണ്, ആജ്ഞാചക്രത്തിലാണ്. ഈ ആജ്ഞാചക്രം ശാംഭവി മുദ്രയുടെ ആക്ടിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഏത് ലോകത്തേക്കും ഏത് തലത്തിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഏത് ലോകമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ ഏതെങ്കിലും ഒരു കോർണർ എന്നല്ല പറയുന്നത്. ഭൂമിക്കപ്പുറമുള്ള ലോകങ്ങളുണ്ട്, ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളുണ്ട്, നമ്മൾക്കിപ്പോഴും മനസ്സുകൊണ്ട് അറിയാൻ സാധിക്കാത്ത ലോകങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. സൃഷ്ടിയിൽ വന്നിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ഭൂതം, ഭാവി, വർത്തമാനമുണ്ട്. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളെയും മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്ന ഒരു എബിലിറ്റി, അതാണ് ഈ ഹയസ്റ്റ് നോയിങ് എന്ന് പറയുന്നത്. ശാംഭവി മുദ്രയുടെ സിദ്ധി ലഭിച്ച ആർക്കും ഇത് സാധ്യമാണ്. ഇങ്ങനെ ചിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും മൈനസ്റ്റ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ, ഏറ്റവും
മൈനർ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് ഭാവി പ്രവചിക്കുക, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുക, അല്ലെങ്കിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് ആസ്ട്രോളജി, അതിലെന്താ നടക്കുന്നത്, പ്ലാനറ്റ്സ് എവിടെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇതെല്ലാം മൈനർ സിദ്ധികളാണ്, ശാംഭവി മുദ്രയുടെ ചെറിയ ചെറിയ സിദ്ധികളാണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആണ്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ സൃഷ്ടിയിൽ നടക്കുന്ന എന്തും, ഓരോ ആറ്റത്തിൽ വരുന്ന മാറ്റം പോലും ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്കറിയാത്ത ഉത്തരങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അവർക്കെല്ലാം ക്ലിയർ കട്ടായി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ സാധിക്കും. ഇതാണ് ഹയസ്റ്റ് നോയിങ്. ഏറ്റവും സുപ്രീമായിട്ട് ശാംഭവി മുദ്രയുടെ ലഭിക്കുന്ന ഒരു സിദ്ധിയാണ് പവർ ടു കമാൻഡ്. ചെറുതും വലുതുമായ ഏതൊരു ശക്തിയെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു സിദ്ധി. ചെറുതെന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യന്മാരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പ്രകൃതിയിലെ ചെറിയ ചെറിയ ശക്തികൾ. അതാണ് ഇവിടെ ഞാൻ ചെറിയ ശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയെല്ലാം കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ മുമ്പിൽ ഒരു 3000-4000 ആൾക്കാരുണ്ട്. അവരെ മുഴുവനും നിങ്ങളുടെ വാക്കിൻ്റെ കൺട്രോളിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അവരെ വരച്ച വരയിൽ നിർത്താൻ സാധിക്കും. ഇത് ഹിപ്നോട്ടിസം എന്നല്ല പറയുന്നത്, അത് അതിനേക്കാളും മുകളിലുള്ള ഒരു ലാർജർ സിദ്ധിയാണ്. ഇനി മേജർ പവേഴ്സ് അല്ലെങ്കിൽ മേജർ കമാൻഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യമായ ചില ശക്തികൾ, നമ്മൾ ഉഗ്രമൂർത്തികൾ എന്ന് പറയാറുണ്ട് അല്ലേ, അവരെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ എന്ന് പറയാൻ സാധിക്കില്ല, ഒരിക്കലും അവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ശാംഭവി മുദ്രയിലൂടെ ഒരാൾക്ക് അവരുടെ എനർജിയെ തീവ്രമാക്കാൻ സാധിച്ചാൽ നാച്ചുറലി ഇത്തരം മൂർത്തികളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇത്തരം കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല യോഗികൾ, പല സിദ്ധന്മാർ എത്രയോ മൂർത്തികളെ, തപസ്സൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് യാദൃശ്ചികമായി കണ്ടുമുട്ടുന്ന പോലെയും അവരോട് സംസാരിക്കുന്ന പോലെയും അവർ ഈ ഒരു യോഗിക്ക് പല ജ്ഞാനങ്ങൾ ഉപദേശിക്കുന്ന പോലെയും, പ്രത്യേകിച്ച് തപസ്സ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ തനി ഇത്തരം മൂർത്തികൾ ഇവരിലേക്ക് അട്രാക്റ്റ് ആവും. ഇതിൽ സിദ്ധന്മാർ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്. കാരണം ഇങ്ങനെ ഈ ശാംഭവി മുദ്രയിലൂടെ എനർജിയെ തീവ്രമാക്കി കഴിഞ്ഞാൽ ദേവതകൾക്ക് പോലും, ഉഗ്രമൂർത്തികൾക്ക് പോലും നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ആവും. ഇതിനെ നമുക്ക് കമാൻഡ് എന്ന് പറയാൻ സാധിക്കില്ല. ചെറിയ ഫോഴ്സുകളെ നമുക്ക് ഡെഫിനറ്റ്ലി കമാൻഡ് ചെയ്യാൻ സാധിക്കും. ഇത് പവർ ഓഫ് കമാൻഡ് ഒന്നും അല്ല, ഇത് കമാൻഡിങ് അല്ല, പകരം ഒരു ഫ്രണ്ട്ഷിപ്പാണ്. മാത്രമല്ല ഈ ഒരു ഇഷ്ടം കാരണം നിങ്ങൾക്ക് വേണ്ടി എന്തും അവർ ചെയ്യാനും തയ്യാറാണ്. ഏത് വല്ല ഉഗ്രമൂർത്തിയാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം, നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം, സഹായം എന്തും അവർ ചെയ്യാൻ തയ്യാറായിരിക്കും. ഇതാണ് മൂന്നാമത്തെ സിദ്ധി. അടുത്തതായിട്ട് വരുന്ന ചോദ്യം എന്താണ്? എങ്ങനെയാണ് ശാംഭവി മുദ്ര പ്രാക്ടീസ് ചെയ്യുക? തന്ത്രയോഗയിലും ഹഠയോഗയിലും പറയുന്ന വൺ ഓഫ് ദ അഡ്വാൻസ് പ്രാക്ടീസാണ് ശാംഭവി മുദ്ര. ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഗുരു ആവശ്യമാണ്. ഒരുപാട് വർഷങ്ങൾ, ഇന്നലെ പൊട്ടിമുളച്ച ഗുരുവിനല്ല പറയുന്നത്, 30, 40, 50 വർഷം ഹഠയോഗയിലേക്ക് അനുഭവമുള്ള ഒരു യോഗി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഗുരു നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ അവിടെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 വർഷമെങ്കിലും യോഗ ചെയ്ത് അനുഭവം ആവശ്യമാണ്. കാരണമുണ്ട്. ശാംഭവി മുദ്രയിൽ ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങളുടെ ശ്വാസത്തെ സ്റ്റോപ്പ് ചെയ്യണം. ഇൻഹലേഷൻ, എക്സലേഷൻ നടക്കാൻ പാടില്ല. ശ്വാസം എടുക്കാനും പാടില്ല, വിടാനും പാടില്ല. ഇങ്ങനെ ശ്വാസമില്ലാതെ ഒരുപാട് നേരം നിങ്ങൾക്ക് ലൈറ്റായിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കണം. ഈ ഒരു നിലയെ നെറ്റിയുടെ നടുക്ക് നോട്ടം ഉറപ്പിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ക്ലാസിക്കൽ ഫോർമാറ്റിൽ, പണ്ട് മുതൽ പറഞ്ഞു വരുന്ന ക്ലാസിക്കൽ ശാംഭവി മുദ്ര നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പം അതിൽ ലൈറ്റസ്റ്റ് വേർഷൻ ഉണ്ട്, ചെറിയ ചെറിയ വേർഷൻസ് ഉണ്ട്, അതൊക്കെ ചെയ്യാം. 5 മിനിറ്റ് 10 മിനിറ്റ് അതൊന്നും വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ പണ്ടത്തെ പല ടെക്സ്റ്റിലും പറയുന്ന ക്ലാസിക്കൽ ശാംഭവി മുദ്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നില ആക്റ്റീവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കിട്ടാതെ നോർമൽ ബ്രീത്തിങ് ഉള്ളവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിലേക്കും പോകും. ബിക്കോസ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ആജ്ഞാചക്രത്തിലാണ്. അവിടെ എനർജിയിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗാൻസിൻ്റെ ശേഷി കുറഞ്ഞു പോവുക, ഉറക്കമില്ലായ്മ, മൈഗ്രെയിൻ പോലുള്ള പല പല സംഭവങ്ങളും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത് വരുത്തിയ ഒരുപാട് ആൾക്കാർ ഇന്ന് നമുക്കിടയിലുമുണ്ട്. ഇപ്പോഴും മൈഗ്രെയിൻ വെച്ച് നടക്കുന്നുണ്ടാവും. ഓക്കെ, ബിക്കോസ് അവരെന്തോ പ്രാക്ടീസ് ചെയ്തു, സഡൻലി ബ്രെയിനിൽ എന്തൊക്കെയോ ഓൾട്ടറേഷൻ സംഭവിച്ചു, നൗ ദേ ആർ ഫേസിങ് എ ഫിസിക്കൽ പ്രോബ്ലം. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. പുസ്തകം നോക്കിയിട്ടോ ഇൻ്റർനെറ്റ് നോക്കിയിട്ടോ ഇതേപോലത്തെ ഈ പോലും വീഡിയോ നോക്കിയിട്ടോ ഒരിക്കലും ചെയ്യരുത്. ഇതെല്ലാം നിങ്ങളുടെ നോളേജിന് വേണ്ടി വെക്കുക, ഒരു അറിവ് പോലെ കീപ്പ് ചെയ്യാം. യോഗയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ എടുക്കുക. പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്കൊരു ദീക്ഷയുണ്ടോ, നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടോ, അത് സ്വീകരിക്കുക, അത് മുടങ്ങാതെ ചെയ്യുക. ഒരു സമയമെത്തുമ്പോൾ പ്രപഞ്ചം തന്നെ തനിയെ എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കും. ഇതെൻ്റെയും ഒരു അനുഭവമാണ്. ഓക്കെ, അപ്പം ഇതാണ് ശാംഭവി